അലീനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്റ്റോറി തുടങ്ങുന്നത് ബബിതയോടും രോഹിത്തിനോടും ബാലേന്ദ്രൻ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ക്രിമിനൽസ് ഇവളെ വന്ന് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്താണ് നോക്കി നിന്നത്? അല്ല, ക്രിമിനൽസ് അല്ലല്ലോ അച്ഛാ, ഇത് രാജീവ് കൊച്ചച്ഛനും പിന്നെ ഹരിയും അല്ലേ വന്നത് എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവർ പിന്നെ ക്രിമിനൽസ് തന്നെയല്ലേ. ഹരി എന്താണ് ചെയ്തത്? ഹരി അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവനെന്താ കുറ്റവാളിയല്ലേ? അതുപോലെ രാജീവൻ കൊച്ചച്ഛൻ എന്താ ചെയ്ത്? ഒരു പെൺകുട്ടിയെ വന്ന് അവരുടെ സമ്മതം ഇല്ലാതെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് ആ ഒരു തെറ്റും തെറ്റല്ലേ? അപ്പോൾ ഇവരെ ക്രിമിനൽസ് എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ബബിതയാണെങ്കിലും രോഹിത്താണെങ്കിലും മറുപടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. രോഹിത്തിനോട് ബാലേന്ദ്രൻ പറയാണ്, അന്ന് ഹരിക്ക് കൂട്ടുനിന്നത് നീയല്ലേ, നീ ഒരു ഒന്നാന്തരം ക്രിമിനൽ അല്ലേ. അപ്പോൾ അലീന അത് കംപ്ലൈൻറ്റ് കൊടുത്തില്ലെന്ന് വെച്ച് നീ ഒരിക്കലും അത് തെറ്റുകാരനല്ല എന്നല്ല അർത്ഥം, നീ ഒരു ക്രിമിനൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ആ തെമ്മാടിയുടെ കൂടെ ചേർന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത ആദ്യം ഉത്തരവൊന്നും ഉണ്ടാവില്ല, എന്നിട്ട് പിന്നെ പറയാണ് അമ്മ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, ഇത് ആര് പണിത വീടാ? അപ്പോൾ ബബിത പറയുന്നുണ്ട് അച്ഛൻ പണിത വീടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇത് അച്ഛൻ്റെ വീടാണ്, ഇവിടെ അമ്മ പറയുന്നതല്ല, ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത അലീനയെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അലീനയല്ല, ഇനി മുതൽ അലീന ചേച്ചി എന്ന് വേണം വിളിച്ചോണാൻ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, അലീന ചെയ്ത എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും, അല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ ദേഷ്യം അടക്കാതെ പറയും, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, അമ്മയ്ക്ക് ഇന്ന് വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എനിക്കും പോണ്ട. അങ്ങനെയാണോ? നിനക്ക് 19 വയസ്സായില്ലേ ബബിതേ, നിനക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഇല്ലേ, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറയുന്നു. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന് നീ പഠിക്കണം, അതിനു വേണ്ടിയാണ് നീ കോളേജിൽ പോകുന്നത്. ബുക്കിലുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യരോട് നന്നായി പെരുമാറാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ബാലേന്ദ്രൻ ബബിതയോടും രോഹിത്തിനോടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയെ വിളിക്കുന്നു. അലീന ഇവിടെ വാ എന്ന് പറഞ്ഞ് അലീനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരോടും കൂടി ആയിട്ട് പറയാണ്, അലീന ഇനി ബാലേന്ദ്ര മേനോൻ്റെ മകളായിരിക്കും. അവൾ ആരുടെയും വേലക്കാരിയല്ല, അതുപോലെ തന്നെ അനാഥയല്ല, ഇവിടുത്തെ ആരുടെയും ഹോം നേഴ്സും അല്ല, എൻ്റെ മോളായിരിക്കും ഇനി അലീന. എനിക്കിനി 3 പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നു കേട്ടോ. ഈ 3 പേർക്കുള്ള അവകാശം, ആ ഒരു തുല്യമായിട്ടുള്ള അവകാശം അലീനയ്ക്കുണ്ട് ഈ വീട്ടിൽ. അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, അവർക്ക് ഞാൻ ഹോസ്റ്റലോ അല്ലെങ്കിൽ ബോർഡിങ്ങോ ഏർപ്പാടാക്കാം, ഇവിടെ നിൽക്കണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയണം എന്നിങ്ങനെ ബാലേന്ദ്രൻ ഉറക്കെ പറയുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെ കിളിപോയി ഇതെല്ലാം കേട്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയെ മോളായിട്ട് കാണണം എന്നിങ്ങനെ എല്ലാവരോടൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒന്നും തന്നെ പറയുന്നുണ്ടാവില്ല ബബിത. അപ്പോൾ ബാലേന്ദ്ര മേനോനാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ശരി, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ, ഞാൻ റെസ്റ്റ് എടുക്കാൻ മുകളിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അലീനയും കൃഷ്ണമോളും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതാണ്. ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് സന്തോഷമായി. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് അവർ ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ചായ എടുത്തിട്ട് വരാം എന്നിങ്ങനെ അലീന പറയുമ്പോൾ വീണ്ടും ഇവിടുത്തെ ജോലിക്കാരിയാവാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാ, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയല്ലേ, അപ്പോൾ ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണമോളെ വൈജയന്തി വിളിക്കുകയാണ്. ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പുറത്ത് മാറി നിന്ന് സംസാരിക്കാനാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വൈജയന്തി നിർബന്ധപൂർവ്വം കൃഷ്ണമോളോടായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് താമസിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ കിടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചി ഞങ്ങളുടെ കൂടെയായിരുന്നു, ഞങ്ങളുടെ റൂമിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റൂമിലോ, നിങ്ങളപ്പോൾ ഒരുമിച്ചായിരുന്നോ കഴിഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നതും, ക്യൂൺ സൈസ് ബെഡായതുകൊണ്ട് തന്നെ
തന്നെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ചോദിക്കുകയാണ്, അലീന എവിടെ കിടന്നത്, അച്ഛൻ്റെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ നടുവിൽ, അച്ഛൻ അപ്പുറത്ത്, അലീന ചേച്ചി എൻ്റെ ഇപ്പുറത്തായിരുന്നു കിടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ വൈജയന്തി ആണെങ്കിലും കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ അവരുടെ പക്ഷത്തായല്ലേ എന്നെ മറന്നിട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, എനിക്ക് ഇവിടുന്ന് അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നൊരു ചിന്തയുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ അമ്മയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മ വിചാരിക്കുന്നത് പോലെ അലീന ചേച്ചി ഒരു തെറ്റുകാരിയല്ല, അമ്മ അത് മനസ്സിലാക്കണം. അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. ഇനി അച്ഛനോടൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്, അച്ഛൻ ഓൾറെഡി വയ്യാത്തതാണ്, ഇനി ഒരു പ്രശ്നത്തിന് അമ്മ പോകരുത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുകയാണ്, നിനക്ക് നല്ല രീതിക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൃഷ്ണമോൾ അവിടുന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മുത്തശ്ശിയോട് വൈജയന്തി സംസാരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മുത്തശ്ശിയോടായിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അമ്മ കണ്ടല്ലോ അല്ലേ, അറിഞ്ഞല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2 പെൺമക്കൾ പോരാഞ്ഞിട്ടാണോ മൂന്നാമതൊരു പെൺകുട്ടിയെ കൂടി ദത്തെടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നു. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുകയാണ്, ഇതൊക്കെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ എനിക്കിങ്ങനെ ഒരു വിവാഹം വേണ്ടെന്ന്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഈ വിവാഹം ചെയ്തത്, ഇപ്പം എന്തായി കാര്യങ്ങൾ, എൻ്റെ ആങ്ങളമാർ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ വൈജയന്തി ഓരോന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു ഇപ്പോൾ അങ്ങനെ തന്നെ നടക്കണോ എന്നൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്, അവളിപ്പോൾ മോളായിട്ട് ഇപ്പോൾ അംഗീകരിച്ച് അങ്ങനെ ജീവിക്കാനൊന്നും അല്ലല്ലോ പോകുന്നേ, ഇവിടുത്തെ പണിയും ചെയ്ത് ഒരു മൂലയ്ക്കെങ്ങാനും അവൾ ഇരുന്നോളും, അപ്പോൾ പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്ത് നീയാണെന്ന് മുത്തശ്ശി വൈജയന്തിയോട് പറയുന്നു. നീ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അവൻ കൊണ്ടുവന്നവളെ എന്തിനാണ് നീ വെറുതെ ഇറക്കി വിടാനൊക്കെ നിന്നത്, അതുകൊണ്ടല്ല ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നവും ദത്തെടുക്കൽ വരെ എത്തിയത്, അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും മൂലയ്ക്ക് പണിയും ചെയ്ത് ഇരിക്കേണ്ടവളായിരുന്നു, ഇപ്പോൾ നീ കാരണം ഇപ്പോൾ ഇത്രയും വരെ എത്തിയില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുകയാണ്, ആരും എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇതുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും തോക്കാനും പോകുന്നില്ല, ഒന്നില്ലെങ്കിൽ അവൾ ഇവിടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകും എന്നൊക്കെ വൈജയന്തി തീർത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്റ്റോറിയിൽ. ഭയങ്കര ത്രില്ലിങ് തന്നെ ആയിരുന്നു. ബാലേന്ദ്രൻ അലീനെ ചേർത്ത് നിർത്തി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നാളത്തെ ഒരു പ്രൊമോയിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വൈജയന്തിയും അതുപോലെ തന്നെ അലീനയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇവിടെ 2 പേരിൽ ഒരാൾ മാത്രമേ ഇനി ഇവിടെ ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് സ്നേഹത്തോടെ, എന്നെ ഒരു മോളായിട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തൂടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹം യാചിക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ വൈജയന്തിയുടെ മറുപടി, മോളെപ്പോലെ കാണണമെങ്കിലേ നരമ്പിലൂടെ സ്വന്തം ചോര ഒഴുകണടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന നല്ല മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാലേന്ദ്രൻ മോളായി അംഗീകരിച്ച് അലീനയോട് എന്നെ ഇനി അച്ഛാന്ന് വിളിച്ചാൽ മതി, എല്ലാവരും എന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്, അതുപോലെ നീയും ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അവർ തമ്മിലുള്ള സ്നേഹ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.